ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ബിക്കം റിച്ച്, എങ്ങനെ പണക്കാരനാവാം. ഇതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കീ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, എത്രയാണോ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻകം, അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഒരു ബുക്കൊക്കെ എടുത്ത് അവരുടെ ചിലവുകൾ എഴുതി വെക്കുന്നതിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരുടെ അനാവശ്യ ചിലവുകൾ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിലവുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ട എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. സിനിമയ്ക്ക് പോകണം, ഔട്ട്ഡോർ പോകണം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം, പാർട്ടിയും കാര്യങ്ങളും ഒക്കെ നടത്തണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അനാവശ്യ ചിലവുകളുണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി, നിങ്ങൾക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ മറ്റൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി, അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്ന ഒഴിവാക്കാം. അനാവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി സർവീസസ് ചിലപ്പോൾ ചില സ്ഥലത്തുനിന്ന് കിട്ടിയെന്ന് വരില്ല. അത് നമുക്ക് കട്ട് ചെയ്യാം. ഇതൊക്കെ പോസിബിൾ ആകണമെങ്കിൽ നമ്മുടെ സ്പെൻഡിങ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. സുഖസൗകര്യങ്ങൾ വേണ്ടെന്നല്ല, വളരെ അത്യാവശ്യം തന്നെയാണ്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഏത് ഇൻകം സ്ലാബ് ഉള്ള വ്യക്തിയാണെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് സേവ് ചെയ്യുക എന്നുള്ള ശീലം. നിങ്ങൾക്ക് മറ്റേതൊരു ക്വാളിറ്റി ഉണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് സേവ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാനോ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനോ സാധിക്കില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോയിൻറ്റ്സ്, ഇൻകം ഇൻക്രീസ് ചെയ്തുകൊണ്ടോ സ്പെൻഡിങ് കൺട്രോൾ ചെയ്തുകൊണ്ടോ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കില്ല. മറിച്ച് കൺസിസ്റ്റൻ്റായിട്ട് സേവ് ചെയ്താൽ മാത്രമേ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് 15% സേവ് ചെയ്യാൻ സാധിച്ചാൽ ആ വ്യക്തിയെ ഫിനാൻഷ്യലി വീക്കാക്കാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. ഗ്രാജ്വലി അദ്ദേഹം നല്ലൊരു വെൽത്തിന് ഉടമയായി മാറുകയും ചെയ്യും. സോ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിൻ്റ്, സേവ് കൺസിസ്റ്റൻ്റ്ലി. നാലാമത്തെ പോയിൻ്റ്, ഇൻവെസ്റ്റ് സ്മാർട്ട്ലി. അപ്പോൾ സേവ് ചെയ്തു, ഇനി നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് വളരെ ബുദ്ധിപൂർവ്വം ചെയ്യണം. നമുക്ക് പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പണം ലഭിക്കില്ല എന്നുള്ള വലിയ പോരായ്മയുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ, കേരളത്തിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വളർച്ച വളരെ പതുക്കെയാണ്. അതിൽ കൂടുതൽ വളരുന്ന ഒരുപാട് അസറ്റുകളുണ്ട്. ഞാൻ തന്നെ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണം അവിടെ ബ്ലോക്കായി കിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അത് ആദ്യകാലങ്ങളിൽ ചെയ്തതാണ്, പക്ഷേ അത് വളരെ വലിയൊരു മിസ്റ്റേക്കായിരുന്നു. സോ റിയൽ എസ്റ്റേറ്റ് നമുക്കിവിടെ ഒഴിവാക്കാം. ചുരുക്കം ചില പട്ടണങ്ങളിലൊക്കെ, വളരെ ഡിമാൻഡുള്ള സ്ഥലങ്ങളിലൊക്കെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓക്കെയാണ്, നോക്കാം. പിന്നെ അടുത്ത് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോക്കുകളിൽ വളരെയധികം പഠിക്കാതെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതിലും നമ്മൾ പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫിൽ സ്റ്റോക്കിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ഫുൾ ടൈം അതിൽ തന്നെ ഇരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്കുകളിൽ നിന്ന് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മിക്കവരും പല ജോലികളായിരിക്കും, അപ്പോൾ അവർക്ക് സ്റ്റോക്കുകളെ പറ്റി പഠിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് മാറ്റിവെക്കുക. അതായത് സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം, ചെറിയ പൈസ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, അത് സെക്കൻഡറി ആയിട്ട് വയ്ക്കുക. 90% ആൾക്കാർക്കും അതുപോലെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇപ്പോൾ RD FD അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നോക്കാം. പക്ഷേ ഇതിനെ കഴിഞ്ഞൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. RBI ഈയിടെ ഒരു സർക്കുലർ ഇറക്കിയായിരുന്നു. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക, നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഗവൺമെൻറ് അതിന് ഉത്തരവാദിയല്ല എന്നുള്ള ഒരു സർക്കുലർ. പലരും സ്വർണ്ണ നിക്ഷേപത്തിൽ പല ആപ്ലിക്കേഷനും ചിലപ്പോൾ ചില പ്രൈവറ്റ് സ്ഥാപനങ്ങളുമൊക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്യാഷ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. സോ സ്വർണ്ണത്തിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ETF-കളും മ്യൂച്വൽ ഫണ്ടുകളും അവൈലബിളാണ്. അത് 100% ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ്. ഇതിൻ്റെ വില കുറഞ്ഞാലല്ലാതെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമില്ല. അതിന് മാർക്കറ്റ് റിസ്ക് എന്നാണ് പറയുക.
അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടോ മേടിച്ചിട്ട് മാർക്കറ്റ് ഇടിയുമ്പോൾ ഇതിൻ്റെ വില കുറയുമല്ലോ. അപ്പോൾ അതിനാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുക. പക്ഷേ മാർക്കറ്റ് ഉയരുമ്പോൾ വില കൂടുകയും ചെയ്യും, അല്ലാതെ നമ്മുടെ പണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നില്ല. വാല്യൂവിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ നാലാമത്തെ പോയിൻ്റായിട്ടുള്ള സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ സ്മാർട്ടായിട്ട് തന്നെ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ഡെപ്റ്റ് എന്നുള്ളതാണ്. അതായത് കടം ഒഴിവാക്കുക. നമ്മുടെ വെൽത്ത് ക്രിയേഷന് ഒരു റെസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഘടകമാണ് കടം, നമുക്കുണ്ടാകുന്ന കടം. നിലവിൽ കടമുണ്ടെങ്കിൽ അത് എങ്ങനെ അടച്ചു തീർക്കാം, എങ്ങനെ അത് തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക. കടം വെച്ചുകൊണ്ട് ആർക്കും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇതിൽ ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കമ്പനി നടത്തുന്നു, കമ്പനിയുടെ ആവശ്യത്തിലേക്ക് കടവും കാര്യങ്ങളും മേടിക്കുന്നു, അത് ബിസിനസ് വളർത്താൻ വേണ്ടി മേടിക്കുന്നതാണ്. അപ്പോൾ അതിൽ എത്രയാണോ നിങ്ങൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ്, അതിൽ കൂടുതൽ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കടം ഓക്കെയാണ്. അല്ല എങ്കിൽ കടം ഓക്കെ അല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് കടത്തിലേക്ക് ഇൻട്രസ്റ്റ് പോകുന്നുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സാലറി കിട്ടുന്നു, സാലറിയുടെ ഒരു 10% നിങ്ങൾ വാങ്ങിയ കടത്തിലേക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാനായിട്ട് പോകുന്നുണ്ട് എങ്കിൽ ആ കടം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഒരു വീട് പണിയണം, കുറച്ച് പൈസ കടം എടുക്കേണ്ട ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ എടുക്കാം. അത് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനായിട്ടുള്ള വഴികൾ കൂടി നമ്മൾ കണ്ടിട്ട് അത് എടുക്കാം. എപ്പോഴും ഓർക്കേണ്ടത്, കടം വെച്ചുകൊണ്ട് നമുക്ക് വെൽത്ത് ക്രിയേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തീർക്കാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ കടം എടുക്കാതിരിക്കുക. നമ്മുടെ ആറാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ്, ഡെവലപ്പ് എ വെൽത്ത് മൈൻഡ് സെറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു പണക്കാരൻ്റെ മൈൻഡ് സെറ്റായിട്ട് മാറും. അങ്ങനെ മാറാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം, അതുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു പാവപ്പെട്ടവൻ്റെ മൈൻഡ് സെറ്റുമായിട്ട് ഒരിക്കലും നമുക്ക് പണക്കാരനായിട്ട് മാറാൻ സാധിക്കില്ല. പണക്കാരനായി മാറിയിട്ട് ആ മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളത് നമ്മൾ പണക്കാരനായി കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന പ്രോസസ്സാണ്. എന്നാൽ പണക്കാരനാകുന്നതിന് മുമ്പ് തന്നെ ഒരു പണക്കാരൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ടുവരിക. ഇവിടെ മൈൻഡ് സെറ്റാണ് ഉദ്ദേശിച്ചത്. 100 രൂപ വരുമാനമുള്ള ഒരാൾ 200 രൂപ ചിലവാക്കുന്നതല്ല പണക്കാരൻ്റെ മൈൻഡ് സെറ്റ്. നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ ഒരു റിച്ച് ലുക്ക് കൊണ്ടുവരിക, ഒരു റിച്ച് കൾച്ചർ ആവുക എന്നുള്ളതാണ് ഒരു വെൽത്തി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അബദ്ധം പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിൻ്റെ കാരണം അറിയായ്മയാണ്. ഇപ്പോൾ എന്തായാലും ഒരു 90% ആൾക്കാർക്കും റിസർച്ച് ചെയ്യാനും മറ്റുമായിട്ട് സമയം കാറില്ല. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ അഡ്വൈസ് എടുക്കുക. അതിപ്പോൾ സ്റ്റോക്കിലാണെങ്കിലും അങ്ങനെ തന്നെ എടുക്കുക. മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ അഡ്വൈസ് കിട്ടും. അപ്പം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററെ, അവരെ മെൻറ്ററായിട്ട് എടുക്കുക. ഇപ്പോൾ എല്ലാവരും അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഇതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരെ നമ്മളൊരു മെൻറ്ററായിട്ട് എടുക്കുക. അവർ പറയുന്നത് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരെ അറിയിക്കുക. അതനുസരിച്ചിട്ട് അവർ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് പോർട്ട്ഫോളിയോകൾ കാണുന്ന ആളാണ് ഞാൻ. ഒരു ഐഡിയലായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷേ വളരെ വളരെ കുറവാണ്. പേഴ്സൻറ്റേജ് വൈസ് വെച്ച് നോക്കിയാൽ ഒരു 5% താഴെയൊക്കെ നല്ലൊരു പോർട്ട്ഫോളിയോ കാണാനായിട്ട് സാധിക്കൂ. മിക്ക പോർട്ട്ഫോളിയോയിലും അബദ്ധമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള കുറച്ച് ഐഡിയ കൂടി ഈ വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എക്സ്ട്രാ ഫീസ് കൊടുക്കാതെ തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളുടെ സഹായം തേടുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ വെൽത്ത് കൂട്ടാനായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റും നല്ല ഡിസിഷൻ എടുക്കാനുമായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ജോലി കിട്ടുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എപ്പോഴാണോ നമ്മൾ ഏണിങ്സ് തുടങ്ങുന്നത് ആ സമയം തൊട്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. ഇപ്പോൾ 25 വയസ്സുള്ള ഒരാൾ 5000 രൂപയുടെ ഒരു മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്തു. 10 വർഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഈ 10 വർഷം കൊണ്ട് 6 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ കിട്ടുന്ന കോർപ്പസ് എന്ന് പറയുന്നത് 1,90,00,000 രൂപയാണ്. അതായത് ഇദ്ദേഹം 10 വർഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ, 6 ലക്ഷം രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ 2 കോടിയുടെ അടുത്തൊരു കോർപ്പസ് ഇതുകൊണ്ട് അദ്ദേഹത്തിന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് 25ാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്. ഇനി മറ്റൊരു വ്യക്തി, അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് 35ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം മാസം 5000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. 20 വർഷം ഇൻവെസ്റ്റ് ചെയ്തു. ആദ്യത്തെ വ്യക്തി 10 വർഷമാണ്, എന്നാൽ രണ്ടാമത്തെ വ്യക്തി 20 വർഷമാണ്. ഈ സ്ക്രീനിൽ അത് കാണാം. രണ്ടാമത്തെ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തത് 12 ലക്ഷം രൂപയാണ് 20 വർഷം കൊണ്ട്. അദ്ദേഹത്തിന് 60 വയസ്സായപ്പോൾ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 81 ലക്ഷം രൂപ മാത്രമാണ്. 1 കോടി പോലും അദ്ദേഹത്തിന് എത്തിക്കാൻ പറ്റിയില്ല. എന്നാൽ ആദ്യത്തെ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡബിൾ എമൗണ്ട് രണ്ടാമത്തെ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം ചെയ്ത ഒരേ ഒരു മിസ്റ്റേക്ക്, 25ാമത്തെ വയസ്സിൽ
ചെയ്യേണ്ടിയിരുന്ന കാര്യം 35-ാമത്തെ വയസ്സിലാണ് ചെയ്ത് തുടങ്ങിയത്. അതുപോലെ തന്നെ ആദ്യത്തെ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഡബിൾ എമൗണ്ട് രണ്ടാമത്തെ വ്യക്തി ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആദ്യത്തെ വ്യക്തിയുടെ പകുതി പോലും കോർപ്പസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഈ കാൽക്കുലേഷന് നമ്മൾ എടുത്തിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 12% ആനുവൽ റിട്ടേൺ ആണ്. നിങ്ങൾക്കറിയാം 12% ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് വലിയൊരു ബെറ്റൊന്നും അല്ല. നോർമലി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കിട്ടുന്ന റിട്ടേൺ ആണ്. അതാണ് നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താലുള്ള ഗുണം. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് SIP ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ. SIP ഇല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. SIPയുടെ ഗുണങ്ങൾ നമ്മൾ മറ്റ് വീഡിയോയിൽ കൂടിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുകൊണ്ട് എത്ര വെൽത്തി ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും പാവപ്പെട്ട ആൾക്കാരാണെങ്കിലും SIP മസ്റ്റാണ്. വിത്ത് SIP യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മോർ പവർഫുൾ. അതായത് SIP നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് എന്നർത്ഥം. നേരത്തെ നമ്മൾ കണ്ട ഉദാഹരണത്തിലും അവർ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് SIP ആണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻകം ഉയരുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞു നമ്മുടെ ഇൻകം ഉയർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വഴികളുണ്ട്, എന്തെങ്കിലും വഴി കിട്ടാതിരിക്കില്ല. അങ്ങനെ നമ്മുടെ ഇൻകം ഉയരാം. നോർമലി സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻകം ഉയരാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജോലിയിലാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാം, നിങ്ങളുടെ സ്കില്ല് ഉയരാം, അപ്പോൾ ശമ്പളം കൂടുതൽ കിട്ടാം. ഇനി പ്രൊമോഷൻ കിട്ടിയില്ലേ പോലും സ്വാഭാവികമായിട്ടുള്ള ഒരു ഉയർച്ച ശമ്പളത്തിനുണ്ടാവാം. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമ്മുടെ ഇൻകം ഉയരുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന SIPകൾ ടോപ്പപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഒരു 10,000 രൂപ SIP ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. 12% റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുന്നത്. ചെറിയ റിട്ടേൺ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. കൂടുതൽ ലഭിച്ചാൽ കൂടുതൽ സന്തോഷം. 10 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സ്ക്രീനിൽ നോക്കുക, സ്ക്രീനിൽ ഈ ഡേറ്റകൾ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ടോപ്പപ്പോ മറ്റോ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 22 ലക്ഷത്തിന് മുകളിലാണ്. ഇതിന് പറയുക നോർമൽ SIP എന്നാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12 ലക്ഷമാണ്. ഈ 10 വർഷം കൊണ്ടാണ് കേട്ടോ, ഒറ്റയടിക്കല്ല, 10 വർഷം കൊണ്ടാണ്. 10 വർഷമാകുമ്പോൾ നമുക്കത് 22 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് ആയിട്ടുണ്ടാവും. എന്നാൽ ഈ ടോപ്പപ്പ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഫിക്സ്ഡ് പേഴ്സൻറ്റേജും, 2 ഫിക്സ്ഡ് എമൗണ്ടും. നമുക്ക് ഫിക്സ്ഡ് പേഴ്സൻറ്റേജ് വെച്ച് നോക്കാം. 10% എല്ലാ വർഷവും SIP ടോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ശതമാനക്കണക്കാണ്, 10% വെച്ച് ടോപ്പപ്പ് ചെയ്യുന്നുണ്ട്. സോ ആദ്യത്തെ വർഷത്തെ SIP 10,000 ആണെങ്കിൽ രണ്ടാമത്തെ വർഷത്തെ SIP 11,000, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുമ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ കൂടുതൽ കൂടി ഇവിടെ ലഭിക്കുന്നുണ്ടാവും. സ്ക്രീനിൽ അതിൻ്റെ കോളം കാണാൻ പറ്റും. 32,68,000 രൂപ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് 19 ലക്ഷം രൂപയാണ് കേട്ടോ. പക്ഷേ അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, കാരണം കാലാകാലങ്ങളിലാണ് കൂട്ടുന്നത്, ഒറ്റയടിക്കല്ല കൂട്ടുന്നത്. ഇനി മറ്റൊരു ടോപ്പപ്പ് ഉണ്ട്, ഫിക്സ്ഡ് എമൗണ്ട് വെച്ചിട്ട് കൂട്ടുക. അപ്പോൾ ആദ്യത്തെ വർഷത്തെ SIP 10,000 രൂപ, രണ്ടാമത്തെ വർഷത്തെ SIP 11,000 രൂപ, മൂന്നാമത്തെ വർഷത്തെ SIP 12,000 രൂപ, അങ്ങനെ 1000 രൂപ വെച്ചിട്ട് എല്ലാ വർഷവും കൂട്ടുകയാണെങ്കിൽ പോലും നമ്മുടെ മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 30 ലക്ഷത്തിന് മുകളിലായിരിക്കും. അവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കുറവാണ്. 17,40,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10 വർഷം കൊണ്ട് നമ്മൾക്കവിടെ 30 ലക്ഷത്തിന് മുകളിൽ ലഭിക്കുന്നുണ്ട്. ഓൺലി 12% വെച്ച് നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ ആണ് നമ്മളിവിടെ കണ്ടത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇൻഷൂർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ ഇൻഷൂർ ചെയ്യണം. അത് 2 തരമുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും. അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയും ഇൻഷൂർ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ വെഹിക്കിൾസ്, അത് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ വണ്ടികൾ ഇൻഷൂർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഷോപ്പുകൾ, ഇങ്ങനെയുള്ള അസറ്റുകൾ നമ്മൾ ഇൻഷൂർ ചെയ്തിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വലിയ രോഗം വന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, ആ ഒറ്റ രോഗം മതി നമ്മുടെ വെൽത്ത് വാനിഷ് ആക്കാനായിട്ട്. സോ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് എ മസ്റ്റ്, അത് എടുത്തിരിക്കണം. ടേം ഇൻഷുറൻസ് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്, അതും ആവശ്യമുള്ളവർക്ക് എടുക്കാം. കാറിനും മറ്റുമൊക്കെ നമ്മൾ ഇൻഷൂർ എടുക്കുന്നതിൽ ഒരു മുടക്കവും വരുത്താറില്ല അല്ലേ, അതെടുക്കും. അതിനെ കഴിഞ്ഞ് വിലപ്പെട്ടാണ് നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും. സോ ഇൻഷുർഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വിദഗ്ധരുടെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് സേവിങ് ബാങ്ക് അക്കൗണ്ടിലും വളരെ ചെറിയ പൈസ വീട്ടിലും കീപ്പ് ചെയ്യാം. വീട്ടിൽ കീപ്പ് ചെയ്യുന്ന അത്ര അഡ്വൈസബിൾ അല്ല, അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക. കാരണം വീടുകളിൽ പണം വെക്കരുത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ വലിയ പൈസ ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ചെറിയ പെട്ടെന്ന് ആവശ്യമുള്ള പൈസകൾ വീടുകളിൽ സൂക്ഷിക്കാം. ബാലൻസ് പൈസകൾ എമർജൻസി ഫണ്ടായിട്ട് സൂക്ഷിക്കാം. അത് ബാങ്കിൽ സേവിങ് ബാങ്ക് അക്കൗണ്ടിലിടാം. ATM കൂടെയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാമല്ലോ. അങ്ങനെ എമർജൻസി ഫണ്ട് വളരെ അത്യാവശ്യമാണ്.
അത് കൂടാതെ എഫ് ഡി ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഇടാം. പക്ഷേ എഫ് ഡി നമ്മൾ പൊട്ടിക്കുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എഫ് ഡി ഇടുന്ന പൈസ ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എഫ് ഡിയുടെ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വിഡ്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ദിവസമൊക്കെ മതി ഡെറ്റ് ഫണ്ടുകളിൽ വിഡ്രോ കൊടുത്താൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താനായിട്ട്. പക്ഷേ അത് വർക്കിംഗ് ഡേ ആണ്. ചില ഫണ്ട് ഹൗസുകൾ വർക്കിംഗ് ഡേ അല്ലെങ്കിലും അത് എത്തിക്കാനുള്ള സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനിഷ്യേറ്റ് എടുക്കുന്നുണ്ട്. നിപ്പോൺ ഇന്ത്യ പോലെയുള്ള ഫണ്ടുകൾ ഇന്ന് വിഡ്രോ കൊടുത്താൽ ഇന്ന് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെറ്റ് ഫണ്ട് ആണെങ്കിൽ ക്യാഷ് എത്തിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ വായിച്ചു. എനിവേ ഇങ്ങനെ ഓർക്കുക, ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വർക്കിംഗ് ഡേയിലായിരിക്കും നമ്മുടെ ക്യാഷ് നമ്മുടെ ബാങ്കിലേക്ക് എത്തുക. അതൊരു 1-2 ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വിറ്റി ഫണ്ട്സ് ആണെങ്കിൽ 3 ദിവസം. അപ്പോൾ ആ ഒരു താമസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ താമസം വന്നാൽ അതിനുള്ള പൈസ എവിടെയാണ് നമ്മളല്ലാത്ത രീതിയിൽ സേവ് ചെയ്ത് വെച്ചേക്കണം, സേവിങ് ബാങ്ക് അക്കൗണ്ടിലും. പിന്നെ ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിലും പണയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് പൈസ കിട്ടും. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഓർണമെൻറ്റൊക്കെ മിക്കവരുടെയും കയ്യിലുണ്ടാവുമല്ലോ, പെട്ടെന്ന് എമർജൻസിക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ള. അങ്ങനെ നമ്മൾ എമർജൻസി ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡെറ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെറ്റ് ഫണ്ടുകൾ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. ഗിൽറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ട്, മണി മാർക്കറ്റ് ഫണ്ട്, ആർബിട്രേജ് ഫണ്ട്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റിട്ടേണും അതുപോലെ തന്നെ റിസ്ക്കും വ്യത്യസ്തമാണ്. അതേപോലെ ലിക്വിഡിറ്റിയും വ്യത്യസ്തമാണ്. ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്, ലോങ് ഡ്യൂറേഷൻ ഫണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അത് അനുയോജ്യമായി തിരഞ്ഞെടുത്തിട്ട് എന്തായാലും അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയുമാണ്. എമർജൻസി ഫണ്ട് മസ്റ്റായിട്ടും കീപ്പ് ചെയ്തിരിക്കണം. പെട്ടെന്നൊരു ക്യാഷ് ആവശ്യം വരുമ്പോൾ നമുക്ക് ബ്ലേഡ് പലിശയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് പൈസ എടുക്കാൻ അതിനുള്ള ഒരു ഇട വരരുത്. അതുകൊണ്ട് തന്നെ എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യണം. സാധാരണഗതി പറയുന്നത് നമ്മുടെ ചിലവ് എത്രയാണെന്ന് നോക്കുക. ഒരു മാസം നമ്മുടെ ചിലവ് എത്രയാണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി, ഒരു മാസം കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ ഒരു മാസത്തെ നമ്മുടെ ഇൻകം എത്ര, നമ്മുടെ വരുമാനം എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ 6 ഇരട്ടി പൈസ എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കണം എന്നുള്ളതാണ് ഒരു നോർമൽ കണക്ക്. ഇനി സ്ക്രീനിൽ ഈ ഒരു ഫയൽ നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല വലിയവർക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 5000 രൂപ മന്ത്ലി SIP ചെയ്യുന്നു, 15 വർഷം ചെയ്യുന്നു. 15 വർഷം ആകുമ്പോൾ ഓൾമോസ്റ്റ് 26 ലക്ഷം രൂപ ലഭിക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റിട്ടേൺ എന്ന് പറയുന്നത് 13% പെർ ആനമാണ്, വർഷം 13% വെച്ചിട്ട്. 10000 രൂപയാണ് SIP ചെയ്യുന്നതെങ്കിൽ 15 വർഷം കൊണ്ട് അത് 51 ലക്ഷമായിട്ട് മാറുന്നുണ്ടാവും. 51 to 52 ലക്ഷം ആയിട്ട് മാറുന്നുണ്ടാവും. 15000 രൂപയാണ് SIP എങ്കിൽ 15 വർഷം കൊണ്ട് 77.77 ലക്ഷവും 25000 രൂപ SIP 15 വർഷം കൊണ്ട് 1.29 കോടിയുമായിട്ട് മാറുന്നുണ്ടാവും. സോ ഇതാണ് പവർ ഓഫ് SIP. ഇതിൽ ലംസോൺ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, SIP എന്നുള്ളത് വളരെ ശക്തമായ ടൂളാണ്. ഒരുപാട് ഗുണങ്ങൾ SIPക്കുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്ലൈഡ് കാണാം. ഇത് 100 കോടിയുടെ ഒരു പ്ലാനാണ്. ഗിഫ്റ്റ് യുവർ ചൈൽഡ് എ പൊട്ടൻഷ്യൽ 100 crores അറ്റ് റിട്ടയർമെൻറ്റ്. വളരെ ലോങ് ടൈമിലേക്കുള്ള ഒരു പ്ലാനാണിത്. അതായത് നമ്മൾ 7500 രൂപ SIP 18 മാസം ചെയ്യുന്നു. കുട്ടികൾക്കുള്ളതാണിത്. ഇപ്പോൾ കുട്ടികൾ ജനിക്കുമ്പോൾ 18 വയസ്സ് വരെ നമ്മൾ 7500 വെച്ച് മാസം SIP ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. വലിയവർക്കും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. 18 വർഷത്തിന് ശേഷം നമുക്ക് പ്രായമാകുമല്ലോ, അപ്പോൾ കുട്ടിക്ക് പ്രായപൂർത്തിയാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു. പണം പിൻവലിക്കുന്നില്ല, നോ വിഡ്രോവൽ, പണം പിൻവലിക്കുന്നില്ല. അറ്റ് ദ ഏജ് ഓഫ് 60 നമ്മുടെ കുട്ടിയുടെ കോർപ്പസ് എന്ന് പറയുന്നത് 100 കോടിയായിരിക്കും. അപ്പോൾ ഇവിടെ അസ്യൂംഡ് റിട്ടേൺ എന്ന് പറയുന്നത് 13% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മ്യൂച്വൽ ഫണ്ടിൽ 13% മുകളിൽ റിട്ടേൺ കിട്ടുന്ന ഒരുപാട് ഫണ്ട്സ് ഉണ്ടല്ലേ. നേരത്തെ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഫണ്ടുകൾ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിലെ നല്ല ഫണ്ടുകൾ സെലക്ട് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് നമ്മുടെ മറ്റൊരു സ്ലൈഡ് കാണാം. ഇത് മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പൈസ ഇങ്ങോട്ട് തരുന്ന ഒരു മെത്തേഡാണ്. എങ്ങനെയാണെന്ന് നോക്കാം. 25000 രൂപ വെച്ചിട്ട് 12 വർഷം നമ്മൾ SIP ചെയ്യുന്നു. മന്ത്ലി SIP ആണ്. 12 വർഷം ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഒരു 5 വർഷം നമ്മൾ ആ പൈസ വിഡ്രോ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഇൻവെസ്റ്റും ചെയ്യുന്നില്ല. 12 വർഷത്തോടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തി 5 വർഷം അത് വളരാനെടുക്കും. അങ്ങനെ ചെയ്താൽ അടുത്ത 25 വർഷത്തേക്ക് ഓരോ മാസവും 1.2 ലക്ഷം രൂപ വെച്ച്, അതായത് 1,20,000 രൂപ വെച്ച് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. 25 വർഷം കഴിയുമ്പോൾ 36 ലക്ഷം രൂപ ബാക്കിയും ഉണ്ടാവും. ഇവിടെ നമ്മൾ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 13% പെർ ആനമാണ്. വളരെ നല്ല വെൽത്ത് ക്രിയേഷനുള്ള ഒരു മെത്തേഡാണിത്. ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഫഷണൽ അഡ്വൈസ് എടുത്തിരിക്കണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലായിരിക്കും 90% ആൾക്കാരും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇന്ത്യൻ മാർക്കറ്റ് വലിയ രീതിയിൽ പെർഫോം ചെയ്തില്ല. നിഫ്റ്റിയൊക്കെ ഒരു 10% റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിലും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒന്നും വലിയ റിട്ടേൺ തന്നിട്ടില്ല. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് വളരെ നല്ല റിട്ടേൺ തന്നിട്ടുമുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് എന്താണോ നേരത്തെ തന്നിരുന്ന റിട്ടേൺ, അപ്പോൾ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതേപോലെയുള്ള റിട്ടേൺസ് ഗ്ലോബൽ മാർക്കറ്റ് കഴിഞ്ഞ വർഷം തന്നിരുന്നു. അമേരിക്കൻ മാർക്കറ്റ് തന്നിരുന്നു, മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളും തന്നിരുന്നു. അതിലൊക്കെ നല്ല മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യൻ ഗവൺമെൻറ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിൽ നിർബന്ധമായിട്ട് SIP നടത്തുക. കാരണം എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്യാൻ സാധിക്കില്ല. ലംസം ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ആ ലംസത്തിൻ്റെ കൂടെ SIP കൂടി മസ്റ്റായിട്ടും കൊണ്ടുപോകുക. SIPയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കും. ലംസം ആകുമ്പോൾ പിന്നീട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അന്നേരം ഫണ്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ വൺസ് SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. സോ കൺസിഡർ ഗ്ലോബൽ മാർക്കറ്റ് ഓൾസോ, അതായത് കൺസിഡർ ഇൻ്റർനാഷണൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ്. ഇന്ത്യയെ കഴിഞ്ഞും വലിയ രാജ്യങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടല്ലേ, ഇന്ത്യയെ കഴിഞ്ഞും വലിയ എക്കണോമിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല? ഇന്ത്യക്ക് പുറത്തുള്ള പല കമ്പനികളും നമ്മൾ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇന്ത്യക്ക് പുറത്തുള്ള, ആമസോണൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ളതാണ്. ഗൂഗിൾ, നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ്, ഇതൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളാണ്, അമേരിക്കൻ കമ്പനികളാണ്. ടെസ്ല, എൻവിഡിയ, ആൽഫബറ്റ്, ഒരുപാട് ഇൻ്റർനാഷണൽ കമ്പനീസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ത്രൂ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, മറിച്ച് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം. അത് ഗ്ലോബലി തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്തത് കമ്മോഡിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെ അവസ്ഥ അറിയാലോ. കഴിഞ്ഞ കൊല്ലം ഏറ്റവും റിട്ടേൺ തന്നിട്ടുള്ളത് വെള്ളിയാണ്, രണ്ടാമത് സ്വർണ്ണമാണ്. ചില മൈനിങ് കമ്പനികൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മ്യൂച്വൽ ഫണ്ടുണ്ട്. അതിലിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ട് വെള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വെള്ളി വേണം, സ്വർണം വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക ഫണ്ടുകളിൽ. ചില മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ വെള്ളിയും സ്വർണവും വരുന്നുണ്ട്. മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടിൽ അത് വരുന്നുണ്ട്. അതിൻ്റെ പേഴ്സൻറ്റേജ് ഇപ്പോൾ കൂടുന്നതൊക്കെ കാണാൻ പറ്റും. ചിലതിൽ വെള്ളി ഇല്ലായിരുന്നു, ഇപ്പോൾ വെള്ളി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില ഫണ്ടുകളിൽ ഇൻ്റർനാഷണൽ കമ്പനികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫണ്ടുകൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ 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 അത്യാവശ്യമാണ്. ഇതിലേതെങ്കിലും പെർഫോം ചെയ്യാത്ത വർഷങ്ങൾ ഉണ്ടാവാറില്ല. ഒന്നെങ്കിൽ ഇൻ്റർനാഷണൽ ഫണ്ട്സ് പെർഫോം ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അത് പെർഫോം ചെയ്യും, അതല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഇതുപോലുള്ള കമ്മോഡിറ്റീസ് പെർഫോം ചെയ്യും. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും ഒരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കൂടുതൽ റിട്ടേൺ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇഫ് യു വാണ്ട് ഹയർ റിട്ടേൺസ് യു മസ്റ്റ് ടേക്ക് ഹയർ റിസ്ക്. ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ ഹൈ റിസ്ക് ഉള്ള ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഹൈ റിട്ടേൺ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇഫ് യു ടേക്ക് ഹയർ റിസ്ക് യു മേ നോട്ട് ഗെറ്റ് ഹയർ റിട്ടേൺസ്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. നമ്മൾ ഒരുപാട് പേര് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ഹൈ റിസ്ക് ഉള്ള ഫണ്ടുകളാണ് നമുക്ക് ഹൈ റിട്ടേൺ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റിസ്ക് പ്രൊഫൈൽ വളരെ മസ്റ്റാണ്. നിങ്ങളുടെ അഡ്വൈസറോട് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുക. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഈ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് 3 തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിക്കാൻ പറ്റും. 3 തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. റിസ്ക് കുറഞ്ഞത്, കൂടിയത്, വളരെ കൂടിയത്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അതനുസരിച്ച് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെ റിച്ച് ആകാമെന്നുള്ളതായിരുന്നു. ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ റിച്ച് ആകുന്നത് ആർക്കും തടയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ നിങ്ങളെല്ലാവരും റിച്ച് ആവട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അസറ്റ് പ്ലസിൻ്റെയും ഫണ്ട്സ് ബസാറിൻ്റെയും പാർട്ണറാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ ഓതറൈസ്ഡ് പേഴ്സണാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.